ദർശൻ എന്ന സ്ഥലത്താട്ടാ. ഇവിടെ കണ്ടില്ല, സൈഡിൽ കംപ്ലീറ്റ് ട്രക്കുകൾ നിർത്തിയിട്ടിരിക്കണ്. എവിടുന്നൊക്കെ വന്ന വണ്ടികളാണ്. എല്ലാവരും അവിടെ നിർത്തിയിട്ട് ചിലവർ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു, ചിലവർ ഫുഡ് ഉണ്ടാക്കണം, ചില ആൾക്കാർ വണ്ടി നന്നാക്കണം, ചിലർ ചീട്ടളിക്കുന്നുണ്ട്. ട്രക്കാരെ ലൈഫ് വേറെ തന്നെ അല്ലേ. എത്ര പോരാ എവിടുന്ന് തുടങ്ങിയാന്ന്, ഇവരെന്താ നിർത്തിയിട്ടിക്കണെന്ന് അറിയില്ല. ചോദിച്ചൊക്കെ വേണമെങ്കിൽ. हाजी साहब, ये क्यों ऐसे बंद करके रखा? रोड बंद था। हाँ, रोड बंद है क्या? यानी खुल गया रोड। खुल गया? हाँ, रोड खुला। अच्छा, रोड बंद था इसलिए इधर खड़ा किया। गिरी हुई है ना, अभी खोला? हाँ, खुला है, रोड तो खुला है। अच्छा, आप लोग कभी जाएगा? और पुलिस वाला छोड़ेगा जब। हाँ, उधर है हाँ, चेक पोस्ट है। हाँ, check अच्छा अच्छा, ഓക്കെ छोड़ेगा जब जाएगा। ഓക്കെ, ശുക്രിയ. അവർ റോഡ് അടഞ്ഞെടുക്കായിരുന്നു, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് പിന്നെ അലൗഡ് പോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും കയറിപ്പോവും. അതാണ് ഇവരിവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്. വർഷാനെ ഞാനും കുടുങ്ങിയവിടെ, ഞാനും നിർത്തിടേണ്ടി വന്നാ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഉണ്ടാവാന്ന് അറിയില്ല, സൈഡാക്കാൻ പറയുന്നുണ്ട്. ऐसा जा सकता है अभी नहीं? ले क्या तरीका है और क्या तरीका है? खोलेगा कल, आज नहीं खोलेगा. और किधर तक जा सकता है? अब इससे आगे कहीं नहीं जा सकते। नहीं सकते. अभी वाइन है? अभी वाइन आ रहा है। अच्छा, वो नीचे से बोला कोला, ऊपर कोला बोला रोड. ऊपर वाले नीचे आ रहा है. अच्छा, नीचे से ऊपर नहीं जा रहा है. नीचे से ऊपर फिर ब्लॉक हो जाएगा. हाँ, आप ही उधर जा रहे हैं. हाँ, वो मेरी. अभी क्या करेगा? आज इधर रुकना पड़ेगा. वही करना पड़ेगा. रूम मिलेगा? वो बोला नीचे. केरला से आ गया. जी, आप किधर से हैं? हाँ, तेलंगाना. अच्छा. अच्छा, അപ്പോൾ ചങ്ങായിമാരെ റോഡ് ക്ലോസ് ആണ്. റോഡ് ക്ലോസ് വെച്ചാൽ റോഡ് ഓപ്പൺ ആണ്. താഴത്തുനിന്ന് ഇപ്പോൾ ആരും കയറ്റി വിടൂല. മേന്നുള്ളവരെ താഴത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നാളെ അങ്ങോട്ട് കയറ്റി വിടുള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും തങ്ങേണ്ടി വരും, അല്ലാതെ വേറൊരു മാർഗമില്ല. രാത്രി ഇപ്പോൾ റൂം नीचे मिलेगा. हाँ, नीचे मिलेगा. नीचे स्टेज है. स्टे. ऊपर आप चढ़े हैं ना, वहीं है स्टेज. हमला भी प्लान कर रहे हैं. താഴെ പോയിട്ട് റൂമിൽ നിൽക്കേണ്ടി വരും. എന്നിട്ട് നാളെ രാവിലെ പോകേണ്ടി വരും. ഇതൊക്കെ ഇതിൽ പറഞ്ഞതാണ്, നമ്മൾ വിചാരിച്ചേരേണ്ട എത്തൊന്നുമില്ല. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ തിരിച്ച് പോയിട്ട് 5 കിലോമീറ്റർ താഴത്താണ് ജിസ്പ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ജിസ്പയിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. പോലീസുകാരൻ പറഞ്ഞത് രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേന് പോരെന്നുള്ള. ഒരു പക്കാ ഡീസൻ്റ് ആട്ടോ പോലീസുകാർ. ഒരു ദേഷ്യപ്പെടലോ, ആൾക്കാർ ചിലവർ അവരോട് വന്നിട്ട് ദേഷ്യപ്പെടലോ കുറച്ച് ഇതായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർ വളരെ കാമായിട്ടാണ് അവരെ സംസാരം. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, കയറ്റി വിട്ടൂടെ, ബൈക്കല്ലേ. അപ്പോൾ അവരോടത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്ന്. സംഗതി ഇന്ന് ഇവിടുന്ന് മേലേക്ക് കയറ്റി വിടാൻ അവർക്ക് പെർമിഷൻ ഇല്ല ആർക്കും. പിന്നെ വേറൊരു വഴിയുണ്ട്, ഷിങ്കുല പാസ് എന്ന് പറയും. ഷിങ്കുല പാസ് വഴി വേണമെങ്കിൽ കയറ്റി വിടാം, യുവർ ഓൺ റിസ്ക്. അതായത് ഹൈ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ പെട്ടെന്ന് ഹൈ ആറ്റിറ്റ്യൂഡ് കയറി പോവുകയാണ്. ഓക്സിജനോ കാര്യങ്ങളോ ലൈറ്റോ കറൻറ്റോ പിന്നെ നെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അതവർ സമ്മതിക്കണില്ല. നിർബന്ധിക്കുകയാണെങ്കിൽ അവർ വിടും. അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളെടുത്താണ്. കാരണം 2 ബൈക്കുകാരെ അവർ കയറ്റി വിട്ട്. അപ്പോൾ നേരത്തെ 2 തൃശ്ശൂർക്കാരെ പരിചയപ്പെട്ടു. അവരും ആ റൂട്ടിലാണ് കയറിപ്പോയത്. പക്ഷെ അവർ പകുതി വെച്ച് നിർത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഓക്സിജൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അവർ ആ റൂട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചും കിട്ടണ വന്നുകൊണ്ട് അവരിപ്പോൾ തിരിച്ച് കാശ്മീർ വഴി പോയി. അവർ ലഡാക്ക് ഒഴിവാക്കി. അപ്പോൾ
അത്രയും ഡേഞ്ചറായ ഒരു വഴിയാണ് ഷിങ്കുല പാസ്. അപ്പോൾ അതിലൂടെ പ്രത്യേകിച്ച് സ്നോഫാൾ ഉള്ള സമയത്ത് പോകണ്ടെന്നാണ് പോലീസുകാർ അവരെ ഒരു എന്താ പറയുക അഡ്വൈസ്. അത് നമ്മൾ കേൾക്കണം. അവിടെ നമ്മൾ തർക്കിക്കാനോ പിന്നെ അതിന് നിന്നിട്ടോ കാര്യമില്ല. അവർ നമ്മളെയും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലഡാക്കിക്ക് ഇന്ന് കയറൽ നടക്കൂല. അപ്പം ഇനി ഇവിടുന്ന് 5 കിലോമീറ്റർ താഴത്താണ് ജിസ്പ. വന്ന വഴി തന്നെയാണ്. അവിടെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്യേണ്ടി വരും. അവിടെ റൂമുണ്ട്, പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഷീറ്റിട്ട ഒരു ഇതാണ്. രാത്രി അവിടെ കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇന്നലെ ആ റൂമിൽ കിടന്നിട്ട് തന്നെ മനുഷ്യൻ്റെ തണുത്തിട്ട് അസ്ഥി എന്താ ഉരുക്കി, എന്താ പറയുക, അസ്ഥി ഉരുക്കിന്ന് പറയാം. പിന്നെ അവിടെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ അതും കുറച്ച് ഇത്രയും ഹൈറ്റിൽ. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. താഴത്ത് ആകുമ്പോൾ ഒരു റൂം ഉണ്ടാവും. റൂം കുറച്ചും കൂടി സേഫാണ്. താഴത്ത് പോയിട്ട് മെല്ലെ കിടന്നുറങ്ങുക. അത്ര 2:30 ആയിട്ടുള്ളൂ. ഇഷ്ടംപോലെ പരിപാടികളുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് നാളെ രാവിലെ വീണ്ടും ഇതുവഴി കയറി വരുന്നു. അവർ കയറ്റി വിടോ ഇല്ലേ എന്നുള്ളത് അവരിഷ്ടം. പക്ഷേ ലേ ലഡാക്ക് കാണാതെ പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതിജ്ഞ. നമ്മൾ ഇതുവരെ വന്നിട്ട് ലേയിൽ കയറിയിട്ടില്ലെങ്കിൽ മോശം. ഓക്കെ, കണ്ട ട്രക്ക് കംപ്ലീറ്റ് അതിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ പ്രകൃതി കണ്ടിരിക്കാലോ, എന്താ രസം ഇവിടെ കാണാൻ. ഓക്കെ ഗായ്സ്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ട്രിപ്പ്.